നമ്മുടെ ഈ സീരീസ് ഓഫ് വീഡിയോസിലെ 5ാമത്തെ വീഡിയോയാണിത്. കഴിഞ്ഞ വീഡിയോകളിൽ ലീഗൽ കോൺസെപ്റ്റ്സ് എന്ന കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ പേഴ്സൺ എന്ന് പറയുന്ന ലീഗൽ കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ അവസാനത്തെ വീഡിയോയിൽ കോർപ്പറേഷൻസ് എന്ന കാറ്റഗറി ഓഫ് പേഴ്സൺ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബാക്കി ഈ വീഡിയോയിൽ തുടരാം. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കോർപ്പറേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ പല കാര്യങ്ങളും അതിൽ ഡിസ്കസ് ചെയ്തു. കോർപ്പറേഷൻസ് രണ്ട് രീതിയിലുണ്ട്. അതായത് കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്നും കോർപ്പറേഷൻ സോൾ എന്നും രണ്ട് രീതിയിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇന്ന് എന്താണ് ഈ കോർപ്പറേഷൻ അഗ്രിഗേറ്റ്, എന്താണ് ഈ കോർപ്പറേഷൻ സോള്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആദ്യം നോക്കാം. കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിട്ട് കളക്റ്റീവായിട്ട് ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ അതിന് നമുക്ക് കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറയാം. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ കമ്പനി തന്നെയാണ്. കമ്പനി പോലെയുള്ള ഓർഗനൈസേഷൻസിനകത്ത് രണ്ടോ അതിലധികമോ ആൾക്കാർ ഒന്നിച്ചു ചേർന്ന് കളക്റ്റീവായിട്ടാണ് കമ്പനി ഫോം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് അതിനൊരു അഗ്രിഗേറ്റ് സ്വഭാവം ഉള്ളത് കൊണ്ട് അതിനെ കോർപ്പറേഷൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നു. കോർപ്പറേഷൻ സോൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പേഴ്സൺസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഓഫീസ്. പ്രസിഡന്റിന്റെ ഓഫീസ് എന്താണ്? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, പ്രസിഡന്റിന്റെ ഒരു ഓഫീസ് ഉണ്ട്. പ്രസിഡന്റിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് എല്ലാം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ആയിട്ട് ഒരാളെ ആ പോസ്റ്റിൽ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എലക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആ ഓഫീസിൽ ഇല്ലെങ്കിൽ പോലും പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് അവിടെയുണ്ട്. അതിൽ എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ബോഡി കോർപ്പറേറ്റ് പോലെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നു, ലീഗൽ പേഴ്സൺ ആണ്. ആ പ്രസിഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലെ ഫങ്ഷൻസും ഡ്യൂട്ടീസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ആയിട്ട് ഒരാളെ അവിടെ എലക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ, അത്തരം ബോഡി കോർപ്പറേറ്റ്സിനെ നമ്മൾ എന്ത് പറയുന്നു? കോർപ്പറേഷൻ സോൾ എന്ന് പറയുന്നു. സോൾ ഒന്ന് എന്ന അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, കോർപ്പറേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പം കോർപ്പസ് എന്ന വാക്ക് നമ്മൾ പഠിച്ചു. കോർപ്പസ് എന്ന് പറഞ്ഞാല് ബോഡി ഓഫ് പേഴ്സൺ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില സാഹചര്യങ്ങളിൽ ഈ കോർപ്പസ് ഇല്ലാതായെങ്കിൽ പോലും ഈ കോർപ്പസിലൂടെ രൂപപ്പെട്ട കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി അവിടെ നിലനിൽക്കും. ഉദാഹരണത്തിന്, മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഫോം ചെയ്ത ആൾക്കാരെല്ലാം കൂടെ ഏതെങ്കിലും ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയാലും കമ്പനി എന്ന് പറയുന്ന പേഴ്സൺ അവിടെ നിലനിൽക്കും. അപ്പൊ കമ്പനി ഫോം ചെയ്തത് ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒന്നിച്ചാണ് എങ്കിൽ പോലും പിന്നീട് അവരില്ലാതായെങ്കിൽ പോലും ഫോം ചെയ്യപ്പെട്ട കമ്പനി സെപ്പറേറ്റ് ആയതുകൊണ്ട് അത് ലീഗലി എക്സിസ്റ്റിംഗ് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ കമ്പനി ഫോം ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ്. ഇങ്ങനെ ഫോം ചെയ്യപ്പെട്ട കമ്പനിക്ക് ബോഡി ഇല്ല, വില്ലില്ല, ആക്ച്വലി ഇതൊന്നുമില്ല. പക്ഷെ ലീഗലി ഈ ബോഡി ഇല്ലാത്ത കമ്പനിക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരുണ്ട്. ഡയറക്ടേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവാം, മറ്റ് ഏജൻസ് ഉണ്ടാവാം. അങ്ങനെ ഡയറക്ടേഴ്സ്, ഏജൻസ്, എംപ്ലോയീസ് ഇവർ മുഖാന്തരമൊക്കെയാണ് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? കമ്പനി ബെനഫിഷ്യറിക്ക് വേണ്ടിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ബെനഫിഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കമ്പനി ഫോം ചെയ്തിട്ടുള്ള ആ ഫോർമേഷനിൽ പങ്കെടുത്തിട്ടുള്ള ഇതിന്റെ മെമ്പേഴ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതല്ല, വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ടാണ് കമ്പനി ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പർപ്പസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ കമ്പനിയുടെ റിസൾട്ട്, ഓപ്പറേഷൻ റിസൾട്ട് ആർക്കാണോ എത്തിച്ചേരേണ്ടത് അവരെ നമുക്ക് ബെനഫിഷ്യറി എന്ന് മനസ്സിലാക്കാം. അപ്പം ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ ഈസ് ഫോംഡ് ഫോർ സം പർപ്പസ്. അതിന്റെ ബെനഫിഷ്യറി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവാം.
അത് മാനേജ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് പോലെയുള്ള ഒരു കൂട്ടം ആൾക്കാർ വേറെ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസോ എംപ്ലോയീസോ അല്ലെങ്കിൽ മറ്റു റെപ്രസെന്റേറ്റീവ്സോ വേറെ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ഉള്ളപ്പോൾ പോലും ഈ പറയുന്ന പർട്ടിക്കുലർ കമ്പനി ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് പേഴ്സൺ ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ലീഗലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്തരം കമ്പനികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻസിന് സ്വന്തമായിട്ട് വില്ലില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എങ്ങനെ തീരുമാനിക്കപ്പെടും? അതിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെടുന്നതിനകത്ത് ചില നിയമങ്ങളുണ്ട്. എങ്ങനെയായിരിക്കണം കമ്പനി പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പനി ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ കമ്പനീസ് ആക്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കമ്പനി ഫോം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മെമ്മറാണ്ടം ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, മറ്റു നിയമങ്ങളുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഡയറക്ടേഴ്സോ ഏജൻസോ ആരെങ്കിലും ആയിക്കോട്ടെ, അവര് ഇത്തരം നിയമങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് പറയുന്ന ടേമാണ് അൾട്രാ വയേഴ്സ്. അപ്പം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അത് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് അല്ലെങ്കിൽ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ടാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ടേമാണ് അൾട്രാ വയേഴ്സ്. ഇനി മറിച്ച് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നത് ഈ പറയുന്ന നിയമങ്ങൾക്കെല്ലാം അനുസരിച്ചാണെങ്കിൽ നമുക്കതിനെ ഇൻട്രാ വയേഴ്സ് എന്ന് പറയാം. അപ്പം നോക്കൂ, കോർപ്പറേഷൻ, കോർപ്പസ്, ആനിമസ്, കോർപ്പറേഷൻ അഗ്രഗേറ്റ്, കോർപ്പറേഷൻ സോൾ, അൾട്രാ വയേഴ്സ്, ഇൻട്രാ വയേഴ്സ്, ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേംസ് എന്താണ് എന്ന് നമ്മൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ കോർപ്പറേഷൻസിനെ പറ്റി പറയുമ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ പറയുന്ന കോർപ്പറേഷൻസിന്റെ പൊതു സ്വഭാവം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്കറിയാവുന്നതാണ് ലീഗലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു സെപ്പറേറ്റ് ബോഡി കോർപ്പറേറ്റ് ആണോ, അതൊരു കോർപ്പറേഷൻ ആണോ, അതൊരു പേഴ്സൺ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെ നിങ്ങൾ അതിനെ ആൻസർ ചെയ്യും? അതിന്റെ ഡീറ്റെയിലിങ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. എങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണോ? ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, കോർപ്പറേഷൻ ഒരു ലീഗൽ ഫിക്ഷൻ ആണെന്ന് പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കി. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇല്ലാത്ത ഒരു കാര്യമാണ് ഫിക്ഷൻ, അതാണ് കമ്പനി എന്ന് പറഞ്ഞു കഴിയും. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം, നമ്മൾ കമ്പനികളുമായിട്ട് കോൺട്രാക്ട് എൻറ്റർ ചെയ്യാറില്ലേ? ഉണ്ട്. കമ്പനികൾ പ്രോപ്പർട്ടികൾ വാങ്ങാറില്ലേ? ഉണ്ട്. അപ്പൊ ഇല്ലാത്ത ഒന്നാണോ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നതും ഇല്ലാത്ത ഒന്നാണോ പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും? നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം അതിനകത്ത് തന്നെ ഒരു വൈരുദ്ധ്യം കാണാം. ഫിക്ഷൻ ആണെന്ന് പറയുകയും അതേസമയം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യപ്പെടുകയും ചെയ്യും. ഇതാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ലീഗൽ കോൺസെപ്റ്റിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്. അവസാനമായിട്ട് ഒരു പോയിന്റും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു, ഈ കോർപ്പറേഷൻ എന്ന് പറയുന്ന ലീഗൽ പേഴ്സൺ അത് ഫോം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നെല്ലാം സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞു. അടുത്ത ഒരു ചോദ്യം വരുന്നത്, ഈ ലീഗൽ പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ലയബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ്. ലീഗൽ ലയബിലിറ്റീസ് ഉണ്ട്, സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ട്. ക്രിമിനൽ ലയബിലിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ ഒഫൻസുകളുടെ എലാബറേറ്റ് ആയിട്ട് നോക്കുമ്പോൾ അതിൽ നോക്കും. എങ്കിലും ഇപ്പോഴേ ഒന്ന് ഓർത്തു വെക്കാം, കോർപ്പറേഷന് സിവിൽ ലയബിലിറ്റിയും ക്രിമിനൽ ലയബിലിറ്റിയും ഉണ്ട്. ഈ പറയുന്ന ബോഡി കോർപ്പറേറ്റ് ഒരു റോങ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിവിൽ നേച്ചർ ആണെങ്കിൽ സിവിൽ ലയബിലിറ്റിയും, ക്രിമിനൽ നേച്ചർ ആണെങ്കിൽ അതിന് പണിഷ്മെന്റും ഉണ്ട്. പക്ഷെ നമുക്കറിയാം, ഇംപ്രിസൺമെന്റ് സാധ്യമായിരിക്കില്ല, ഫൈൻ, ഫോർഫീച്ചർ തുടങ്ങിയ ശിക്ഷാരീതികൾ കോർപ്പറേഷന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ്. ഒരു കാര്യം കൂടി ഉള്ളത്, ഇങ്ങനെ കമ്പനിയുടെ മറവിൽ ഈ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഏജൻസോ ആരെങ്കിലുമൊക്കെ ഫ്രോഡുകൾ കമ്മിറ്റ് ചെയ്താൽ
അത്തരം ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടുകൾ കമ്മിറ്റ് ചെയ്താൽ കമ്പനിയും അല്ലെങ്കിൽ കോർപ്പറേഷനും ഈ പറയുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസും ഡിഫറെന്റ് ആണ് എന്ന് പറയുന്ന തത്വത്തെ കോടതി അങ്ങ് എടുത്തു മാറ്റിയിട്ട് അതിനെ നമുക്ക് വെയിൽ എന്ന് പറയാം, മുഖം മൂടി എന്ന് പറയുന്ന രീതിയിൽ വെയിൽ എന്ന് പറയും. കോടതി എന്ത് ചെയ്യും? ഏതെങ്കിലും കമ്പനികൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മറയായിട്ട് അതിന്റെ പുറകിലെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കോടതി ആ വെയിൽ അങ്ങ് എടുത്തു മാറ്റിയിട്ട് ആരാണോ ഇതിന്റെ പുറകിലുള്ള റിയൽ കൾപ്രിറ്റ്സ് അവരിലേക്ക് എത്തിച്ചേരുകയും അവർ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. ഈ ഒരു പ്രതിഭാസത്തിന്, ഈ ഒരു ഫിനോമിനൻ നമ്മൾ പറയുന്ന വാക്കാണ് ലിഫ്റ്റിംഗ് വെയിൽ ഓഫ് ദ കോർപ്പറേഷൻ അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓഫ് ദ വെയിൽ എന്ന് പറയുന്ന ഒരു ഫിനോമിനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഏറെക്കുറെ കോർപ്പറേഷൻ എന്ന് പറയുന്ന ലീഗൽ കോൺസെപ്റ്റിന്റെ, ലീഗൽ പേഴ്സന്റെ ഫീച്ചേഴ്സ് ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് പ്രത്യേകിച്ച് ക്രൈമുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്രിമിനൽ ലോ ഡിസ്കസ് ചെയ്യുമ്പം ഓരോ പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്കും ആവശ്യമുള്ള എലാബറേഷൻ ഞാൻ അവിടെ നടത്തുന്നതായിരിക്കും. 3-4 വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത് കാണുന്നവരാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്കുള്ള റെസ്പോൺസ്, നിങ്ങളുടെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഡൗട്ട്സ് ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങൾ കമന്റുകൾ വഴിയായിട്ടോ ലൈക്സ് വഴിയായിട്ടോ ഒക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കൂടെ പറയുന്നു. നമുക്ക് ബാക്കി ടോപ്പിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.